നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാമിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഏതൊരു എക്സാം ആയാലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അല്ലേ, ഇപ്പോൾ ഈ പറയുന്ന കേരള കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സഹകരണം, അത് ഏത് നിയമത്തിൻ്റെ പുറത്താണ്, അത് ഏതൊക്കെ നിയമം, ഏതെല്ലാം ചട്ടങ്ങളും ഈ പറയുന്ന നിയമങ്ങളും പ്രകാരമാണ് റൺ ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമ്മൾ സെക്ഷൻ 1 മുതൽ അതിൻ്റെ റൂളുകളും സബ് റൂളുകളും എല്ലാം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ. കുറേശ്ശെ സെക്ഷനായിട്ട് പഠിച്ചു പോയാൽ നിസ്സാരമായിട്ടും ഈ പറയുന്ന 110 സെക്ഷന് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഏതെല്ലാം ഭാഗങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഏതെങ്കിലും ബുക്കിലേക്ക് നോട്ട് ചെയ്യുക. നമ്മൾ ലൈവ് സെക്ഷന് വരുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സഹകരണ നിയമം അല്ലേ, ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1969 അതിൽ സെക്ഷൻ 1ഉം 2ഉമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള ചില പോയിന്റ്സുകളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1 തുടങ്ങുവാണ്. ആദ്യത്തെ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ്. ഈ ഒരു ഹെഡിങ് ഓർത്ത് വെച്ചേക്കണം. കാരണം ഇപ്പോൾ മാച്ചിങ് എന്ന് പറയുന്ന അല്ലേ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും ഈ പറയുന്ന സെക്ഷൻസുകളെല്ലാം AB കറക്റ്റായിട്ട് ക്രമപ്പെടുത്താനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ സെക്ഷൻസിന്റെ ഹെഡിങ് കറക്റ്റായിട്ട് ഓർഡറായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ സെക്ഷൻ 1 എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ് ആണ്. സെക്ഷൻ 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ് ആണ്. നമുക്ക് നോക്കാം ടൈറ്റിൽ എന്താണ്, അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷോർട്ട് ടൈറ്റിൽ എന്താണ്, അത് എക്സ്റ്റെൻഡ് ആയത് എവിടെയൊക്കെയാണ്, കമൻസ്മെന്റ് ആയത് എന്നു മുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷൻ 1ൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല സെക്ഷൻ 1. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹെഡിങ് പഠിക്കണം. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അഥവാ KCS ആക്ട്. ഓക്കെ ആണല്ലോ. ഷോർട്ട് ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതിൻ്റെ ഒരു അബ്രിവിയേഷൻ അല്ലേ, ഏതാണ്? KCS ആക്ട് എന്നാണ്. എക്സ്റ്റെൻഡ് ഇത് എവിടെയൊക്കെയാണ് പ്രാബല്യത്തിൽ കിടക്കുന്നത്? ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. ഓർത്തു വെക്കുക, ഈ പറയുന്ന സഹകരണ നിയമം 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് കേരളം മുഴുവനാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജില്ല മാത്രമല്ല അത് ബാധകമായിട്ടുള്ളത്. കേരളം മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് KCS ആക്ട് 1969. അത് കമൻസ്മെന്റ്, അത് നിലവിൽ വന്ന ആ ഡേറ്റ്, തീയതി ഉൾപ്പെടെ നമുക്ക് പഠിക്കേണ്ടതാണ്. കമൻസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ 15/5/1969. അപ്പം സെക്ഷൻ 1 എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ് ആണ്. അവിടെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് ദ വോൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. അത് കമൻസ്മെന്റ് ആയത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ, അഥവാ KCS ആക്ട്, ഈ KCS ആക്ട് നിലവിൽ വന്നത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ 15/5/1969 മുതലാണ്. ഇനി റൂൾ 1 വരുവാണ്. നമ്മൾ സെക്ഷനോടൊപ്പം തന്നെ റൂളും പഠിച്ചു പോവാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് സഹകരണ നിയമം KCS ആക്ടിൽ 16 ചാപ്റ്ററുകളും KCS റൂളിൽ 15 ചാപ്റ്ററുകളുമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. അതിൽ ഈ പറയുന്ന ആക്ട് എടുത്തു നോക്കുമ്പോൾ അതിൽ 110 സെക്ഷനുകളും റൂൾ എടുത്തു നോക്കുമ്പോൾ 110 സെക്ഷനും 201 റൂളുകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അതിൽ സെക്ഷൻ 1ഉം റൂൾ 1ഉം ഒരേ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ്. റൂൾ 1 നോക്കുക, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. സെക്ഷൻ 1ൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് റൂൾ 1ലും പറയുന്നത്. ചെറിയ മാറ്റങ്ങളുണ്ട്. അവിടെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂള് അഥവാ KCS റൂളാണ്.
ഓക്കെ ആണല്ലോ. സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണെങ്കിൽ റൂൾ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂളുകളെ പറ്റിയാണ്. അവിടെ എക്സ്റ്റെൻഡ് എന്താണ്? സെയിം കേസ്, ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള, കേരളം മുഴുവനാണ് ഈ പറയുന്ന KCS റൂളും ബാധകമായിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കമൻസ്മെന്റ് ആയ ഡേറ്റ് പഠിച്ചു വെക്കേണ്ടതാണ്. എന്നു മുതലാണ് KCS റൂൾ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 14/7/1969 മുതലാണ്. KCS ആക്ട് 15/5/1969 എങ്കിൽ റൂൾ എന്നു മുതലാണെന്ന് ചോദിച്ചാൽ 14/7/1969 മുതലാണ്. നോക്കാം. ഇനി സെക്ഷൻ 2 വരുവാണ്. സെക്ഷൻ 1 റൂൾ 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത്രയും കാര്യങ്ങളേ ഉള്ളൂ അവിടെ പഠിക്കാൻ. അതിൻ്റെ ഹെഡിങ് പഠിക്കണം, അതിൻ്റെ കുറച്ച് ആ 3 പോയിന്റ്സുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ സെക്ഷൻ 1 റൂൾ 1 കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ 2 പറ്റിയാണ്. സെക്ഷൻ 2 എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ ആണ്. ഓക്കെ ആണല്ലോ. സെക്ഷൻ 2 എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ ആണ്. ഇപ്പൊ ഈ പറയുന്ന സാധാരണ നിയമങ്ങൾ ഓരോ കാര്യങ്ങൾ അതിന്റെ ഓരോ ടേമുകളും പറഞ്ഞു പോകാറുണ്ട് നമ്മൾ. ഇപ്പൊ ഈ ബൈലോയെ പറ്റിയും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റിയും അപ്പെക്സ് സൊസൈറ്റിയെ പറ്റിയും ഫെഡറൽ സൊസൈറ്റിയെ പറ്റിയും സെൻട്രൽ സൊസൈറ്റിയെ പറ്റിയും DC രജിസ്ട്രാറെ ഒക്കെ പറ്റി നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന ഓരോ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും അതെന്താണ്, അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ KCS ആക്ടിലെ സെക്ഷൻ 2 ഓക്കെ ആണല്ലോ. അപ്പൊ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണെങ്കിൽ സെക്ഷൻ 2 എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ ആണ്. എന്താണ്? ഡെഫിനിഷൻ ആണ്. ഇവിടെ സെക്ഷൻ 2A ഓരോന്നും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. സെക്ഷൻ 2A എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ അപ്പെക്സ് സൊസൈറ്റി ആണ്. 2A ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പെക്സ് സൊസൈറ്റിയെ പറ്റിയാണ്. ഓക്കെ ആണല്ലോ. 2A എന്തിനെ പറ്റിയാണ്? അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് ഓർത്തു വെക്കുക. Means a society having the whole of state as its area operation and having as its member only other societies with a similar object and declare as such by registrar. ഇതെല്ലാം ആവശ്യമായിട്ടുള്ള പോയിന്റ്സുകളാണ്. നോക്കാം. അപ്പെക്സ് സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് മീൻസ് എ സൊസൈറ്റി, അതൊരു സൊസൈറ്റി തന്നെയാണ്. അതിന്റെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ദ വോൾ ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ. കേരളം മുഴുവൻ അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിട്ടുള്ള അതിന്റെ പ്രവർത്തന പരിധി കേരളം മുഴുവനായിട്ടുള്ള സൊസൈറ്റീസിനെ പറയുന്ന പേരാണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പർ ഓൺലി അതർ സൊസൈറ്റീസ്, അതിൽ മെമ്പർ സൊസൈറ്റികൾ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അതർ സൊസൈറ്റീസ് ആണ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ്. ഒരേ ഒബ്ജക്റ്റോട് കൂടി പ്രവർത്തിക്കുന്ന മറ്റ് സൊസൈറ്റീസ് ആണ് എവിടെ മെമ്പർ ആയിട്ടുള്ളത്? ഈ പറയുന്ന അപ്പെക്സ് സൊസൈറ്റീസ് മെമ്പർ ആയിട്ടുള്ളത്. ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എവിടെ ഇല്ല? അപ്പെക്സ് സൊസൈറ്റീസിൽ ഇല്ല. ഒരു വ്യക്തിക്ക് എവിടെ മെമ്പർ ആവാൻ കഴിയില്ല? അപ്പെക്സ് സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ കഴിയില്ല. മറിച്ച് ആർക്ക് മെമ്പർ ആവാം? അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ. 2A ഡിഫൈൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റി ആണ്. അപ്പെക്സ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വോൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. അതുപോലെ തന്നെ അതിൽ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ പറയുന്ന ഒരു സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രജിസ്ട്രാർ ആണ്. ഓർത്തു വെക്കുക, ഒരു സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രജിസ്ട്രാർ ആണ്. അപ്പം 2A അപ്പെക്സ് സൊസൈറ്റി അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. 2A ഡിഫൈൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റി ആണ്. അപ്പെക്സ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? രജിസ്ട്രാർ ആയിരിക്കണം ഒരു അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്ത നോക്കാം. 2AA. ഓക്കെ ആണല്ലോ. സെക്ഷൻ 2AA എന്തിനെ പറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അസിസ്റ്റഡ് സൊസൈറ്റീസ് ആണ്. ഓക്കെ ആണല്ലോ. സെക്ഷൻ 2A അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ സെക്ഷൻ 2AA അസിസ്റ്റഡ് സൊസൈറ്റി ആണ്. എന്താണ്? അസിസ്റ്റഡ് സൊസൈറ്റി ആണ്. എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റി? നോക്കാം. മീൻസ് എ സൊസൈറ്റി who has received any financial assistance from government or any guarantee by the government.
ഇതും ഒരു സൊസൈറ്റി തന്നെയാണ്. അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി തന്നെയാണ്. പക്ഷേ അത് ഗവൺമെന്റിന്റെ അസിസ്റ്റൻസോട് കൂടി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോട് കൂടി പ്രവർത്തിക്കുന്ന സൊസൈറ്റീസിനെ പറയുന്ന പേരാണ് അസിസ്റ്റഡ് സൊസൈറ്റി. ഓക്കെ ആണല്ലോ. അപ്പെക്സ് സൊസൈറ്റി 2A ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അസിസ്റ്റഡ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2AA നോക്കാം. ഏതെല്ലാം തരത്തിലാണ് ഈ പറയുന്ന ഗവൺമെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മീൻസ് ഏതെല്ലാം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഗവൺമെന്റിൽ നിന്ന് ഈ പറയുന്ന അസിസ്റ്റഡ് സൊസൈറ്റീസിന് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഷെയർ ക്യാപിറ്റലിന്റെ രൂപത്തിലാവാം, ലോണിന്റെ രൂപത്തിലാവാം, ഗ്രാൻഡ് ഓർ ഗ്യാരണ്ടീസ് ഫോർ റീപേയ്മെന്റ് ഓഫ് ലോൺ ഫ്രം ഗവൺമെന്റ്. ഓക്കെ ആണല്ലോ. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ ആയിട്ടോ ലോൺ ആയിട്ടോ ഗ്രാൻഡ് ആയിട്ടോ ഗ്യാരണ്ടി ആയിട്ടോ ഏത് തരത്തിലുള്ള സഹായമാണ് ലഭിക്കുന്നതെങ്കിലും ആ സൊസൈറ്റീസിനെ വിളിക്കുന്ന പേരാണ് അസിസ്റ്റഡ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ അസിസ്റ്റൻസോട് കൂടി പ്രവർത്തിക്കുന്ന സൊസൈറ്റീസിനെ പറയുന്ന പേരാണ് അസിസ്റ്റഡ് സൊസൈറ്റി. അസിസ്റ്റഡ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 2AA ഓക്കെ ആണല്ലോ. നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2AB. ഓക്കെ ആണല്ലോ. സെക്ഷൻ 2AB ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിംഗിനെ ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനിഷൻ പറയുന്ന സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 2AB. ഓക്കെ ആണല്ലോ. ഇവിടെ പ്രത്യേകിച്ച് വിവരണങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വിശദമായിട്ട് നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അവിടെ കുറച്ച് എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യാതെ വന്നത്. നോക്കാം. സെക്ഷൻ 2AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 2AB ഡിഫൈൻ ചെയ്യുന്നത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സെക്ഷൻ 2B വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ്. സെക്ഷൻ 2B ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബൈലോയെ പറ്റിയാണ്. സെക്ഷൻ 2B ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ബൈലോയെ പറ്റിയാണ്. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഒരു ഭരണഘടനയായിട്ട് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ബൈലോ എന്ന് പറയുന്നത്. ബൈലോ തയ്യാറാക്കുന്നത് ഈ പറയുന്ന ആക്ടിനും റൂളിനും വിധേയമായിട്ട് തന്നെയാണ്. ബൈലോ പ്രകാരമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി റൺ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ബൈലോയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2B സെക്ഷൻ 2B എന്താണ്? ബൈലോയാണ്. ബൈലോ നമുക്ക് നോക്കാം. മീൻസ് എ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ടൈം ബീങ് ഇൻഫോഴ്സ്. ഓക്കെ ആണല്ലോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ചോദ്യമായിട്ട് വന്നതാണ്. ഡാഷ് മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ടൈം ബീങ് ഇൻഫോഴ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? ബൈലോ തന്നെയാണ്. Bylaw provide guidance for general administration and conduct of business which are framed with the legal framework of state. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ബിസിനസ് ഒക്കെ എങ്ങനെ കണ്ടക്ട് ചെയ്യണം അതിനെപ്പറ്റി എല്ലാം എവിടെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബൈലോയിലാണ് പറയുന്നത്. ബൈലോ എല്ലായ്പ്പോഴും ബൈലോ ഗവേൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബൈലോ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ സൊസൈറ്റിയും അവിടുത്തെ മെമ്പറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഗവേൺ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ബൈലോയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. സെക്ഷൻ 2A നമ്മൾ പഠിച്ചു അപ്പെക്സ് സൊസൈറ്റി. സെക്ഷൻ 2AA നമ്മൾ പഠിച്ചു അസിസ്റ്റഡ് സൊസൈറ്റി. സെക്ഷൻ 2B നമ്മൾ പഠിച്ചു ബൈലോ. സെക്ഷൻ 2AB നമ്മൾ പഠിച്ചു ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഹെഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യമായിട്ട് വരാവുന്നതാണ്. സെക്ഷൻ 2C എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 2C ഡിഫൈൻ ചെയ്യുന്നത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അതിനെ ആ ഒരു അക്ഷരം വെച്ച് നമുക്ക് പിടിക്കാം. C ഫോർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നേരത്തെ ബിയിൽ നിന്ന് നമുക്ക് പിടിക്കാം ബൈലോ, എയിൽ നിന്ന് നമുക്ക് പിടിക്കാം അപ്പെക്സ് സൊസൈറ്റി, പിന്നെ AA അസിസ്റ്റഡ് സൊസൈറ്റി എന്നും AB ഓഡിറ്റിംഗുമാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. 2C സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. മീൻസ് CCU ഓർത്തു വെക്കുക. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ ഷോർട്ട് ഫോം ആണ് എന്നു പറയുന്നത് CCU.
കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സെക്ഷൻ 88 ഓർത്തു വെക്കണേ. CCU അഥവാ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 88 ആണ്. സെക്ഷൻ 88 നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അതിനെപ്പറ്റി കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. സെക്ഷൻ 88 പഠിക്കുമ്പോൾ നമ്മൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റി പഠിക്കാവുന്നതാണ്. സെക്ഷൻ 2C എന്താണെന്ന് ചോദിച്ചാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സെക്ഷൻ 2D എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ സൊസൈറ്റി ആണ്. സെക്ഷൻ 2D എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സെൻട്രൽ സൊസൈറ്റിയെ പറ്റിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2D സെൻട്രൽ സൊസൈറ്റി. എന്താണ് സെൻട്രൽ സൊസൈറ്റി എന്ന് നമുക്ക് നോക്കാം. മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ജൂറിഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട്. അതിന്റെ ഏരിയ ഓപ്പറേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ച് ഓർത്ത് വെക്കേണ്ടതാണ്. ഒരു സെൻട്രൽ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹാവിംഗ് ജൂറിഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട്. ഒന്നോ അതിലധികമോ റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ ഏരിയ ഓപ്പറേഷൻ ആയിട്ടുള്ള സൊസൈറ്റീസിനെ പറയുന്ന പേരാണ് സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സെൻട്രൽ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ പഠിച്ചു വെക്കുക, വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട്. ഓക്കെ ആണല്ലോ. സെൻട്രൽ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ ആണ് വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട്. അത് മാത്രമല്ല, ബട്ട് നോട്ട് ദ ഹോൾ ഓഫ് സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ. ഒന്നോ അതിലധികമോ ജില്ല ജൂറിഡിക്ഷൻ, ഈ പറയുന്ന റവന്യൂ ജില്ലകൾ നമുക്ക് പ്രവർത്തന പരിധിയാവാം. പക്ഷേ ഒരു സംസ്ഥാനം മുഴുവൻ പ്രവർത്തന പരിധി ആവരുത് എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. കാരണം ഒരു സംസ്ഥാനം മുഴുവൻ പ്രവർത്തന പരിധി ആയിപ്പോയാൽ അത് ഏത് സൊസൈറ്റി ആയി മാറും? അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. നമ്മൾ ഇവിടെ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കുന്നത് സെക്ഷൻ 2D ആണ്, സെൻട്രൽ സൊസൈറ്റി ആണ്. അതിന്റെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. അത് മാത്രമല്ല, ഹാവിംഗ് ആസ് ഇസ് മെമ്പർ ഓൺലി അതർ സൊസൈറ്റീസ്. ഇവിടെയും സെൻട്രൽ സൊസൈറ്റീസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പേഴ്സൺസ് അല്ല, ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അവിടെ മെമ്പറായിട്ട് വരത്തില്ല. മറിച്ച് ആരാണ്? അതർ സൊസൈറ്റീസ് ആണ്. നേരത്തെ അപ്പെക്സ് സൊസൈറ്റിയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള സൊസൈറ്റീസ് ആണ് ഇവിടെയും ഈ പറയുന്ന സെൻട്രൽ സൊസൈറ്റീസിനും മെമ്പറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഉറപ്പായിട്ട് ഓർത്തു വെക്കണം, ഡിക്ലെയർ ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ഓർ ഗവൺമെന്റ്. ഓക്കെ ആണല്ലോ. ഒരു സെൻട്രൽ സൊസൈറ്റി ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാറും ഗവൺമെന്റും ചേർന്നാണ്. ഓക്കെ ആണ്. അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ മാത്രമായിരുന്നു. എന്നാൽ ഒരു സെൻട്രൽ സൊസൈറ്റിയെ ഡിക്ലെയർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രജിസ്ട്രാർ മാത്രമല്ല, ഗവൺമെന്റുമാണ്. രജിസ്ട്രാറോ ഗവൺമെന്റ്. രജിസ്ട്രാർ അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു സൊസൈറ്റിയെ സെൻട്രൽ സൊസൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യാമെന്നാണ് പറയുന്നത്. അത് പറയുന്ന ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2D-യിലാണ്. ഓക്കെ ആണല്ലോ. സെക്ഷൻ 2DA. സെക്ഷൻ 2DA എന്താണെന്ന് ചോദിച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. സെക്ഷൻ 2DA എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ ആണല്ലോ. ചീഫ് എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം. ആൻ എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എംപ്ലോയി ആണ് എന്തെന്ന് പറയുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ്. വാട്ട് ഡെസിഗ്നേഷൻ കാൾഡ്? അത് ഏത് തരത്തിലുള്ള ഡെസിഗ്നേഷനും നമുക്ക് പറയാം. ചില ഈ പറയുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസിലൊക്കെ സെക്രട്ടറി എന്ന് പറയാറുണ്ട്, മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയാറുണ്ട്, ജനറൽ മാനേജർ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഓരോ സൊസൈറ്റീസിനും അതിന്റെ സ്വഭാവം അനുസരിച്ച് ഈ പറയുന്ന ഡെസിഗ്നേഷനിൽ മാറ്റം വരും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തോ ഡെസിഗ്നേഷൻ ആയിക്കോട്ടെ, ജനറൽ മാനേജർ ആയിക്കോട്ടെ, മാനേജിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, ഇവരെ എല്ലാം നമ്മൾ പൊതുവായിട്ട് പറയുന്നത് ആരായിട്ടാണ്? ചീഫ് എക്സിക്യൂട്ടീവ് എന്നാണ്. ഓക്കെ ആണല്ലോ. ചീഫ് എക്സിക്യൂട്ടീവിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 2DA-യിലാണ്. ഓക്കെ. ഓർ ആൻ എംപ്ലോയി ഓഫ് അതർ സൊസൈറ്റി ഹു ഡിസ്ചാർജ് ദ ഫംഗ്ഷൻ ഓഫ് എ ചീഫ് എക്സിക്യൂട്ടീവ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എംപ്ലോയി ആണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അത് ഏത് ഡെസിഗ്നേഷൻ ഉള്ളതോ ആവാം. അൻ ഓഫീസർ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഒരു ജോലിക്കാരനെ നമുക്ക് ഈ പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ആക്കാം. ഓർ ആൻ എംപ്ലോയി ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി.
അല്ലെങ്കിൽ ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ എംപ്ലോയിയെയും നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പറയാമെന്നാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 2DA പറയുന്നത്. ഓക്കെ ആണല്ലോ, സെക്ഷൻ 2DA ചീഫ് എക്സിക്യൂട്ടീവ്. ഓക്കെ ആണ്. സെക്ഷൻ 2E ഓർത്തു വെക്കണേ, സെക്ഷൻ 2E ഡിഫൈൻ ചെയ്യുന്നത് കമ്മിറ്റിയെ പറ്റിയാണ്. സെക്ഷൻ 2E കമ്മിറ്റി. ഓക്കെ ആണ്. കമ്മിറ്റി എന്താണെന്ന് നോക്കാം. കമ്മിറ്റി മീൻസ് ദ ഗവേണിംഗ് ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ കമ്മിറ്റിയാണ്. ഓക്കെ ആണല്ലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി എന്ന് ചോദിച്ചാൽ അത് ആരാണ്? കമ്മിറ്റിയാണ്. വേറെ ഒന്നും എഴുതല്ലേ, കമ്മിറ്റിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ബൈ വാട്ട് എവർ നെയിം കാൾഡ്, അത് ഏത് നെയിമും പറയാം. പല സൊസൈറ്റീസിൽ നമ്മൾ നേരത്തെ ജനറൽ മാനേജരും ഈ പറയുന്ന MD എന്നും ഈ സെക്രട്ടറി എന്നും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ കമ്മിറ്റീസ് നമ്മൾ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയാം, മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയാം, അത് ഏത് ഡെസിഗ്നേഷൻ പേരും ആവാം. ഓക്കെ ആണ്. which affairs of the society is entrusted. ഓക്കെ ആണല്ലോ. കമ്മിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2E കമ്മിറ്റി എന്ന് വെച്ചാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡിയാണ്. അത് ഏത് പേരിലും സൊസൈറ്റീസിന്റെ വ്യത്യാസം അനുസരിച്ച് അറിയപ്പെടുന്നുണ്ട്. സെക്ഷൻ 2EA. ഓക്കെ ആണ്. സെക്ഷൻ 2EA എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഓക്കെ ആണ്. സെക്ഷൻ 2EA എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ പറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 70A. ഓർത്തു വെക്കുക, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 70A. സെക്ഷൻ 70A നമ്മൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് ഈ പറയുന്ന കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ പറ്റി നമ്മൾ പഠിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അവിടെ പല തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും. പണപരമായ തർക്കങ്ങളാണെങ്കിൽ അത് മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണപരമല്ലാത്ത എലക്ഷൻ, മറ്റ് ഈ പറയുന്ന പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണെങ്കിൽ അത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുമാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നത് രജിസ്ട്രാർ ആണെങ്കിൽ ഈ പറയുന്ന നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് പറ്റുന്ന ഒരു കോടതിയാണ് എന്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 70A ആണ്. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. സെക്ഷൻ 2EB അടുത്തൊരു ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2EB. അതെന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ്. ഓക്കെ ആണല്ലോ. കൺസോർഷ്യം ലെൻഡിങ് സ്കീമിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2EB ആണ്. അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 57C പ്രകാരമാണ്. ഓക്കെ ആണ്. നമുക്ക് സെക്ഷൻ 57 പഠിക്കുമ്പോൾ കൺസോർഷ്യം ലെൻഡിങ് സ്കീമിനെ പറ്റിയും പഠിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക, സെക്ഷൻ 2EB ഡിഫൈൻ ചെയ്യുന്നത് കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ്. ഇതിന്റെയൊക്കെ ഹെഡിങ് ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ ആണ്. കൺസോർഷ്യം ലെൻഡിങ് സ്കീമിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 57C ആണ്. ഓർത്തു വെക്കുക. സെക്ഷൻ 2EC. സെക്ഷൻ 2EC എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. ഓക്കെ ആണ്. സെക്ഷൻ 2EC കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. അതിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 57A ആണ്. ഓർത്തു വെക്കണേ, കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ടിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 57A ആണ്. നോക്കണേ, സെക്ഷൻ 57A നമ്മൾ പറഞ്ഞു, സെക്ഷൻ 57B നമ്മൾ പറഞ്ഞു, സെക്ഷൻ 57C നമ്മൾ പറഞ്ഞു, സെക്ഷൻ 57D നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സെക്ഷനാണ്. സെക്ഷൻ 57A എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ആണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57A. സെക്ഷൻ 57B എന്താണെന്ന് ചോദിച്ചാൽ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. സെക്ഷൻ 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്.
സെക്ഷൻ 57C നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം. സെക്ഷൻ 57C കൺസോർഷ്യം ലെൻഡിംഗ് സ്കീമാണ്. സെക്ഷൻ 57D എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ റിസ്ക് ഫണ്ട് സ്കീമാണ്. ഓക്കെയാണ്. സെക്ഷൻ 57 പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സബ്സെക്ഷനുകളാണ് സെക്ഷൻ 57A, 57B, 57C, 57D. ഇതിന്റെ ഹെഡിങ് അറിഞ്ഞിരിക്കണം. 57A കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, 57C കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം, 57D റിസ്ക് ഫണ്ട് സ്കീമാണ്. അടുത്ത ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2EC. സെക്ഷൻ 2ECയെ പറ്റി പറയുന്നത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ പറ്റിയാണ്. ഓക്കെയാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ പറ്റി പറയുന്ന സെക്ഷൻ നമുക്കറിയാം, സെക്ഷൻ 69A ആണ്. ഓക്കെയാണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ ഉൾപ്പെടുത്താത്തത് നമ്മൾ സെക്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സെക്ഷനിൽ നമ്മൾ ആ ഒരു ഭാഗത്തെ പറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ പറ്റിയും നേരത്തെ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയേണ്ടതാണ്. ഓക്കെയാണ്. ഇവിടെ നിങ്ങൾ അതിന്റെ ഒരു ഡെഫിനിഷൻ, അതിന്റെ ഹെഡിങ് ഓർത്ത് വെക്കുക. സെക്ഷൻ 2ECC കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ് അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 69A. ഓക്കെയാണ്. സെക്ഷൻ 69A എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. നോക്കണേ, ഇവിടെ നമുക്ക് കുറച്ച് സെക്ഷൻസ് എ ചേർത്തൊന്ന് പറയേണ്ടതുണ്ട്. 68A, 69A, 70A. ഇത് സെക്ഷൻസ് ആണ്. ഓരോ സെക്ഷൻസ് ആണ്. സെക്ഷൻ 68A വിജിലൻസ് ഓഫീസറെ പറ്റി പറയുന്ന സെക്ഷൻ ആണ്. സെക്ഷൻ 68A വിജിലൻസ് ഓഫീസർ. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക. സെക്ഷൻ 68A വിജിലൻസ് ഓഫീസർ. സെക്ഷൻ 69A നമ്മൾ പറഞ്ഞതാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ പറ്റി പറയുന്ന സെക്ഷൻ ആണ്. ഓക്കെയാണ്. നമ്മൾ ഈ സെക്ഷൻ എല്ലാം പറയും എങ്കിലും ഈ ഓരോ സെക്ഷനുകൾ പറയുമ്പം അതിന്റെ കൂടെ വരുന്ന സബ്സെക്ഷൻ, ഞാൻ ഈ പറഞ്ഞു പോകുന്ന സെക്ഷനുകളുടെ അതിന്റെ ഹെഡിങ് കൂടെ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് പിന്നീട് വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കും. സെക്ഷൻ 68A എന്താണ്? വിജിലൻസ് ഓഫീസറെ പറ്റിയാണ്. സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ പറ്റിയാണ്. സെക്ഷൻ 70A നമ്മൾ പഠിച്ചതാണ്. എന്താണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 70A. ഓക്കെയാണ്. അടുത്ത ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2ECC. സെക്ഷൻ 2ECC എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 2ECCC. സെക്ഷൻ 2ECC കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആയിരുന്നു. സെക്ഷൻ 2ECCC എന്തിനെ പറ്റിയുള്ളതാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. നമുക്കറിയാം 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഈ 7 പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഷെഡ്യൂൾ 2ലാണ്. ഓക്കെയാണ്. നമ്മൾ ഈ ഷെഡ്യൂളിനെ പറ്റിയും അപ്പൻഡിക്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് യൂട്യൂബിൽ വന്നിട്ടുള്ള ആ ഒരു ക്ലാസ് കാണണം. ഷെഡ്യൂൾ 2ൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 2ECCC ആണ്. ഓക്കെയാണ്. അടുത്തത് സെക്ഷൻ 2ED. സെക്ഷൻ 2ED എന്തിനെ പറ്റിയാണ്? എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്, CSEB. ഓക്കെ ആണല്ലോ. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 2ED. സെക്ഷൻ 2ED ഡിഫൈൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 80B ആണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 80B. സെക്ഷൻ 2F. ഓക്കെ ആണല്ലോ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2F. സെക്ഷൻ 2F എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. 2F ഡിഫൈൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. രജിസ്റ്റർ ഓർ ഡീംഡ് ടു ബി രജിസ്റ്റർഡ് അണ്ടർ ദിസ് ആക്ട്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള, നമുക്കറിയാലോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ ഒരുപാടുണ്ട്. അതിനെ ഡിഫൈൻ ചെയ്യുന്ന, അതെന്താണ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഡെഫിനിഷൻ കൊടുക്കുന്ന സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 2F, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് സെക്ഷൻ 2G. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2G. എന്താണ്?
കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ ആണല്ലോ. ഇപ്പം നിലവിൽ സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തത് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റീസ് മാത്രമാണ്. ക്ലിപ്ത ബാധ്യത സൊസൈറ്റീസ് മാത്രമാണ് ഇപ്പം രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. എന്താണ് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്? സെക്ഷൻ 2G ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് മാത്രമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യുന്നത്. അൺലിമിറ്റഡ് സൊസൈറ്റീസിനെ ലിമിറ്റഡ് ആക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അമെൻമെന്റ് ചെയ്ത് ലിമിറ്റഡ് സൊസൈറ്റീസിലോട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ ലിമിറ്റഡിൽ നിന്ന് അൺലിമിറ്റഡിലേക്ക് പോത്തില്ല. കാരണം ഇപ്പോൾ നിലവിൽ സൊസൈറ്റി രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ ആ സൊസൈറ്റി എങ്ങനെയുള്ള സൊസൈറ്റി ആയിരിക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആയിരിക്കണം. എന്താണ് ലിമിറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മീൻസ് ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് for the debt of the societies in the event of its being wound up is limited by its bylaw. ഇപ്പോൾ ഒരു സൊസൈറ്റി വൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എന്തോ? വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, പൂട്ടിക്കെട്ടുമ്പോൾ, ആ ഒരു സൊസൈറ്റി ലിക്വിഡേറ്റ് ആവുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ ആ സൊസൈറ്റീസിലെ മെമ്പറുടെ ബാധ്യത ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. ആ ബാധ്യതകൾ എന്താണെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ബൈലോയിലാണ്. ആ ഒരു സൊസൈറ്റീസിലെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സൊസൈറ്റീസിലെ മെമ്പേഴ്സിന്റെ ഈ പറയുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എല്ലാ ബാധ്യതകളും ഈ പറയുന്ന സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും ഒരു മെമ്പറിന്റെ തലയിൽ ഇരിക്കില്ല. അവരുടെ ഈ പറയുന്ന സൊസൈറ്റീസിലോട്ട് കൊണ്ടുവന്ന ഷെയർ ക്യാപിറ്റൽ മേലുള്ള ലയബിലിറ്റി മാത്രം ആര് വഹിച്ചാൽ മതി? ഈ പറയുന്ന മെമ്പർ വഹിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അല്ലാതെ എല്ലാ തരത്തിലുള്ള ബാധ്യതകളും ആര് ഏറ്റെടുക്കേണ്ട? ഈ പറയുന്ന ഒരു മെമ്പർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ടു ദ എമൗണ്ട് ഓഫ് അൺപെയ്ഡ് പോർഷൻ ഓഫ് ഷെയർ. ഈ സൊസൈറ്റീസിലോട്ട് ഏതെങ്കിലും തരത്തിൽ ഷെയർ അൺപേ ചെയ്യാനുണ്ടെങ്കിൽ, അടയ്ക്കാതെ ഉണ്ടെങ്കിൽ അതെന്തായാലും അടച്ചു തീർക്കണം. അതൊരു ലയബിലിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ടു സച്ച് എമൗണ്ട് അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയുടെ അസറ്റിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടത്താനുണ്ടെങ്കിൽ അതും നടത്തിയിരിക്കണം. അത്രയേ ഉള്ളൂ ആ ഒരു സൊസൈറ്റീസിന്റെ മെമ്പറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സൊസൈറ്റീസിന്റെ ലയബിലിറ്റി എങ്ങനെയുള്ളതാണ്? ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യുന്ന ഈ പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2G ആണ്. അടുത്ത സെക്ഷൻ 2H കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യകാലങ്ങളിൽ നേരത്തെ ഒക്കെ എങ്ങനെയുള്ള സൊസൈറ്റീസ് ആയിരുന്നു? അൺലിമിറ്റഡ് സൊസൈറ്റീസ് ആയിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. കാരണം ആ സൊസൈറ്റി ലിക്വിഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളുടെയും ചുമതല ഈ പറയുന്ന മെമ്പർ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ ആണല്ലോ. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെമ്പേഴ്സ് ബീങ് വൗണ്ട് അപ്പ് ജോയിൻലി ആൻഡ് സെവർലി ലയബിൾ ഫോർ ഓൾ ഇറ്റ്സ് ഒബ്ലിഗേഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എനി ഡെഫിസിറ്റ് ഇൻ ദ അസറ്റ് ഓഫ് സൊസൈറ്റി. ആ സൊസൈറ്റീസ് ഏതെല്ലാം ബാധ്യതകളാണോ ഏറ്റെടുത്ത് വെച്ചിട്ടുള്ളത് അതെല്ലാം ആരുടെ തലയിലേക്ക് വരും? ഈ പറയുന്ന മെമ്പറുടെ തലയിൽ വരും. മെമ്പർ ആയിരിക്കും അതെല്ലാം അടച്ചു തീർക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 2H ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. നമ്മൾ നേരത്തെ പറഞ്ഞത് 57A കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അതിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 2H. ഓക്കെ ആണ്. സെക്ഷൻ 2HB ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അഥവാ DCA ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2HB ആണ്. ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് ചോദിച്ചാൽ ഇത് പറയണം, സെക്ഷൻ 2HB. അല്ലാതെ DCA പറ്റി പറയുന്ന സെക്ഷൻ, DCA മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 63 ആണ്. ഓക്കെ ആണല്ലോ. ഡിഫൈൻ എന്നോ ഡെഫിനിഷൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്ഷൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കിയൊക്കെ നമ്മൾ എഴുതാനായിട്ട് വരും. ഓക്കെ ആണ്. സെക്ഷൻ 2HB ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 or any officer the power of delegate to him by the government under section 63(3).
63(1) പ്രകാരം ഒരു വ്യക്തിയെ DC ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന DCയുടെ പവർ കൺഫർ ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആൾക്കാർക്ക് ഈ DCയുടെ പവറുകൾ കൺഫർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് തന്നെ. അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 3. നമ്മൾ സെക്ഷൻ 63 പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സെക്ഷനുകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക, സെക്ഷൻ 2HB എന്തിനെ പറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ പറ്റിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. അതുപോലെ തന്നെ റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. സെക്ഷൻ 2 ഡെഫിനിഷൻ. റൂൾ 2 ഡെഫിനിഷൻ തന്നെയാണ്. സെക്ഷൻ 2 വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഹെഡിങ് കറക്റ്റായിട്ട് മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ്. നമ്മൾ ഇതിന്റെ ബാക്കി ഡെഫിനിഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.